ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 1ാം പാഠമാണ് വായിക്കാൻ പോകുന്നത്. ജീവൻ്റെ ചിപ്പുകൾ. ചെറിയൊരു പ്രാണി കടിച്ചപ്പോൾ ഇത്രയും വേദന. വീടിന് ചുറ്റും മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തോടെ മൂളിപ്പാട്ടും പാടി നടക്കുകയായിരുന്നു മിന്നു. പെട്ടെന്ന് എന്തോ കയ്യിൽ കുത്തി. എന്തൊരു വേദന! തൻ്റെ കയ്യിൽ കറുത്ത നിറമുള്ള ചെറുപ്രാണിയെ കണ്ടപ്പോൾ മിന്നുവിന് അത്ഭുതം. എത്ര ചെറിയ ജീവി! അപ്പോൾ ഉറുമ്പിലും ചെറുതോ? വൈവിധ്യമാർന്ന എന്തെങ്കിലും സസ്യങ്ങളും ജന്തുക്കളും നമുക്ക് ചുറ്റുമുണ്ട്. വലിയവ, ചെറിയവ, വിവിധ നിറങ്ങളിലുള്ളവ, വ്യത്യസ്ത ആകൃതിയിലുള്ളവ. താഴെ കൊടുക്കുന്ന ജീവികളുടെ വലുപ്പത്തിൽ ഒന്ന് എഴുതി നോക്കുക. ആദ്യം വലിയ ജീവി ആവട്ടെ. അപ്പോൾ ആന, അത് കഴിഞ്ഞ് ഒട്ടകം, കുതിര, ആട്, ഉറുമ്പ്, അങ്ങനെ നമുക്ക് വരും. ഉറുമ്പാണോ ഏറ്റവും ചെറിയ ജീവി? നിങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ചെറിയ ജീവി ഏതാണ്? അപ്പോൾ വെള്ളത്തിലും വായുവിലും ഒക്കെ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ? വളരെ ചെറിയ ജീവികളെ എങ്ങനെ കാണാം? ചെറിയ ജീവികളെ വലുതാക്കി കാണാൻ നമുക്ക് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാലോ? ഉറുമ്പിനെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക. എത്രത്തോളം വലുതായി കാണുന്നുണ്ട്? ഉറുമ്പിനേക്കാൾ ചെറിയൊരു ജീവിയെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവിയെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാം? റൈറ്റ് സൈഡിൽ മൈക്രോസ്കോപ്പിന് വെച്ചിട്ട് മൈക്രോസ്കോപ്പ് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയും. എത്ര ചെറുത്? ഈ പരീക്ഷണം ചെയ്തു നോക്കുക. ആവശ്യമായ സാമഗ്രികൾ മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, വൈക്കോലിട്ട് വെച്ച വെള്ളം. മുൻകൂട്ടി തയ്യാറാക്കിയ ചില സാമ്പിളിൽ ഒരു ചെറിയ തുള്ളി ജലം സ്ലൈഡ് എടുക്കുക. കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. ചലിക്കുന്ന ചെറിയ ജീവികളെ കാണുന്നില്ലേ? ഇവിടെ രൂപം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. താഴെ കൊടുത്ത ചിത്രത്തിൽ ഏതെങ്കിലും ജീവികളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞോ? അമീബ, പാരമീസിയം, യൂഗ്ലീന, വൈറസ്, ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. അവയെപ്പോലെ ഈ ജീവികളും സൂക്ഷ്മജീവികളാണ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. ജലം എങ്ങനെ ശേഖരിക്കാം? നിരീക്ഷണത്തിനായി ജലം ശേഖരിക്കുമ്പോൾ താഴെ പറയുന്നവ അവലംബിക്കാം. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ നിന്ന് വൈക്കോൽ, ചീഞ്ഞ വെള്ളം ശേഖരിക്കാം. തോട്, കുളം എന്നിവ വറ്റി തുടങ്ങുമ്പോൾ അവശേഷിക്കുന്ന ജലം അനുയോജ്യമാണ്. ഒരു പിടി വൈക്കോൽ എടുത്ത് ചെറു കഷ്ണങ്ങളാക്കി വെള്ളത്തിലെടുത്ത് തിളപ്പിക്കുക. ജലം ഊറ്റിയെടുത്ത് തണുപ്പിക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്പൂൺ മലിനജലം ശേഖരിച്ച് ഇതിൽ ചേർത്ത് 3 ദിവസങ്ങൾ നിരീക്ഷിക്കാം. ജീവൻ്റെ നിർമ്മിതി. ഈ സൂക്ഷ്മജീവികൾക്കും ജീവപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവയുടെ ശരീരം നിർമ്മിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? വായനക്കുറിപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തും. ജീവശരീരത്തെ ചെറുഘടകങ്ങൾ. ജീവശരീരം നിർമ്മിക്കപ്പെടുന്ന അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങൾ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്. ഇവയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസം. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. ജന്തുക്കളും സസ്യങ്ങളും ബഹുകോശ ജീവികളാണ്. ഞങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച ഇത്തരം ഏകകോശ ജീവികളെയാണ്. ഈ ജീവികളുടെ ശരീരം കാണാൻ കഴിയാത്തതും ചെറുതായിരിക്കുന്നു. ഉറുമ്പിൻ്റെ ശരീരം കുറേ കൂടി വലുതായിരിക്കുന്നു. എന്തായിരിക്കും കാരണം? കുട്ടി വളർന്ന് വലുതാവുമ്പോൾ കോശങ്ങൾ വലുതാവുന്നുണ്ടോ? നിങ്ങളുടെ ഊഹം എഴുതുക. ഇത് കണ്ടെത്താനായി നമുക്ക് വ്യത്യസ്ത പ്രായത്തിലുള്ള 2 ആളുകളുടെ കോശങ്ങൾ നിരീക്ഷിക്കാം. ആവശ്യമായ സാമഗ്രി മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, ശുദ്ധജലം, മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ, 2 പുതിയ ടൂത്ത് ബ്രഷ്, കവർ ഗ്ലാസ്. ഒരു കുട്ടിയുടെയും അധ്യാപകൻ്റെയും കവിളിലെ കോശങ്ങൾ സ്വഭാവം എടുത്ത് മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കും. മൈക്രോസ്കോപ്പിൽ കണ്ട ചിത്രങ്ങൾ താഴെ കാണും വിധമാണോ? കവിളിലെ കോശം എടുക്കുന്ന രീതി. ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിൾ ഒരു വശം ചുരുണ്ടുക. ബ്രഷിൽ പറ്റിയിരിക്കുന്ന കവിൾ ചർമ്മത്തിൻ്റെ അംശങ്ങൾ സ്ലൈഡിൻ്റെ മധ്യത്തിലൊരു തുള്ളി ജലത്തിലേക്ക് മാറ്റുക. ഇത് അല്പം പരത്തി ഒരു തുള്ളി സ്റ്റെയിൻ ചേർക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. കുട്ടിയുടെയും മുതിർന്ന ആളുകളുടെയും കവിളിലെ കോശങ്ങളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ കണ്ടെത്തൽ ഊഹവുമായി താരതമ്യം ചെയ്യും. കോശങ്ങളുടെ വലുപ്പം വ്യത്യാസപ്പെടാതെ എങ്ങനെയാണ് ശരീരം വലുതാവുന്നത്? ചിത്രം നിരീക്ഷിച്ച് നിഗമനങ്ങൾ രൂപീകരിക്കും. വലിയ വീട് നിർമ്മിക്കാൻ വലിയ ഇഷ്ടികളും ചെറിയ വീട് നിർമ്മിക്കാൻ ചെറിയ ഇഷ്ടികളുമാണോ നാം ഉപയോഗിക്കുന്നത്? എങ്കിൽ വീടുകളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കും? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തി ശാസ്ത്രത്തിൽ എഴുതും. എത്ര കോശങ്ങൾ? മനുഷ്യശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങളുണ്ടത്രേ. അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങളുണ്ടായിരിക്കും? കോശങ്ങൾ പലവിധമുണ്ട്. മനുഷ്യത്തിൻ്റെ എല്ലാ കോശങ്ങളുടെയും ആകൃതി കവിളിലെ കോശങ്ങൾ പോലെയാണോ? പ്രവർത്തനം ചെയ്ത് നോക്കൂ. നിങ്ങൾ സ്കൂൾ ലാബിൽ രക്തകോശത്തിൻ്റെ സ്ലൈഡ് എടുത്ത് മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കും. നേരത്തെ നിരീക്ഷിച്ച കവിളിലെ കോശങ്ങളുടെ ആകൃതി തന്നെയാണോ ഈ കോശങ്ങൾക്കുള്ളത്? ചുവടെ കൊടുക്കുന്ന ചിത്രങ്ങൾ ഏത് കോശങ്ങളുടേതാണെന്ന് കണ്ടെത്തി എഴുതൂ. ഈ മനുഷ്യത്തിൽ പലതരം കോശങ്ങളുണ്ട്. പേശീകോശം, നാഡീകോശം. ബഹുകോശ ജീവികളിൽ ഇതുപോലെ വിവിധതരം കോശങ്ങളുണ്ട്. കോശത്തിനുള്ളിൽ കോശങ്ങളുടെ വൈവിധ്യം നാം മനസ്സിലാക്കിയല്ലോ. എല്ലാ കോശങ്ങളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട്. ജന്തുകോശ ചിത്രം പരിശോധിച്ച് കോശത്തിൻ്റെ ഭാഗങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതും. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. അപ്പോൾ കോശസ്തരം, കോശദ്രവ്യം, മർമ്മം ജന്തുകോശത്തിൻ്റെ ഭാഗങ്ങളായിട്ട് പറ്റും. താഴെ കൊടുത്ത ചിത്രങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ വരച്ച് കോശഭാഗങ്ങൾ രേഖപ്പെടുത്തൂ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നാം മനസ്സിലാക്കി. എന്നാൽ സസ്യശരീരമോ? സസ്യശരീരം. ഏതെങ്കിലും ഒരു സസ്യഭാഗം നമുക്ക് പരിശോധിക്കാം. ഉള്ളിത്തൊലി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കും. നിങ്ങൾ നിരീക്ഷിച്ച രൂപം ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കണം. താഴെ നൽകിയിട്ടുള്ള
ചിത്രവുമായി താരതമ്യം ചെയ്യുക. സ്ലൈഡ് തയ്യാറാക്കുന്ന വിധം: ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികൾ കളഞ്ഞ ശേഷം മാംസളമായ ഭാഗത്തു നിന്ന് നേർത്ത തൊലി ചീന്തിയെടുക്കുക. ഇത് വാച്ച് ഗ്ലാസ്സിൽ ജലത്തിൽ വയ്ക്കുക. സ്റ്റെയിൻ അല്ലെങ്കിൽ സഫ്രാൻ സ്റ്റെയിനാണ് ഉപയോഗിക്കുന്നത്. ചെയ്ത ശേഷം ബ്രഷ് കൊണ്ട് ഒരു ചെറിയ ഭാഗം സ്ലൈഡിൽ വയ്ക്കുക. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സസ്യകോശങ്ങളിലും വൈവിധ്യം. മുൻ ക്ലാസ്സിൽ നിങ്ങൾ കാവൽ കോശങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. തന്നിരിക്കുന്ന ചിത്രങ്ങൾ കാവൽ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ? കാവൽ കോശങ്ങൾ, ഇലയിലെ മറ്റു കോശങ്ങൾ, ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ എന്നിവ ആകൃതി, വലിപ്പം എന്നീ കാര്യങ്ങളിൽ ഒരുപോലെയാണോ? താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ജന്തുകോശങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള കോശഭാഗങ്ങളുടെ സസ്യഭാഗങ്ങളിലുണ്ടോ? ജന്തുകോശങ്ങൾ കാണാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ കാണുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. ഫേനം 2 ഭാഗത്തുണ്ട്. കോശഭിത്തി സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഹരിതകം സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി മർമ്മം, കോശദ്രവ്യം, ഫേനം, അതുപോലെ തന്നെ കോശസ്തരം ഇതൊക്കെ രണ്ടിലുമുണ്ട്. ഇനി സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചു. ഇത് കണ്ടെത്തിയവ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. വിവിധ സസ്യഭാഗങ്ങൾ ഒരേ തരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ഒരു ചെടിയുടെ ഇളന്തണ്ടിൽ നിന്ന് കുറുകെ ഛേദമെടുക്കുക. ഛേദം നേർത്തതും പൂർണ്ണവുമായിരിക്കും. ഇത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിൽ നിരീക്ഷിക്കും. ഇത്തരം സസ്യകോശങ്ങൾ കാണുന്നില്ലേ? ജന്തുശരീരവും സസ്യശരീരവും കോശങ്ങൾ നിർമ്മിതമാണെന്ന് നാം കണ്ടെത്തി. ജന്തുക്കളിലും സസ്യങ്ങളിലുമുള്ള വിവിധ ആകൃതിയും വലുപ്പത്തിലുള്ള കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ കൂട്ടായ്മയിലാണ് ജീവൻ നിലനിർത്താൻ വേണ്ട പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് 1-ാം പാഠത്തിലുള്ളത്. എങ്ങനെ കോശങ്ങളും ജന്തുകോശങ്ങളും തമ്മിലുള്ള താരതമ്യം. പലതരം കോശങ്ങളുണ്ട്. വെളുത്ത രക്തകോശം, കവിളിലെ കോശം, പേശീകോശം, നാഡീകോശം. ഇവിടെ അരുണ രക്താണുക്കളുണ്ട്, ശ്വേത രക്താണുക്കളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ തരം കോശങ്ങൾ അതിൽ വ്യത്യാസമുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്താണ് കോശം? യൂണിസെല്ലുലാർ ഓർഗാനിസം, അതായത് ഏകകോശ ജീവികളും ബഹുകോശ ജീവികളെ കുറിച്ചിട്ടും ഈ പാഠത്തിൽ പറഞ്ഞു. മൈക്രോസ്കോപ്പ് എന്തൊക്കെയാണ്? ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ളത്. താങ്ക് യു.